ഇവിടെ നമ്മൾ വായിച്ച വചനം 2 തിമോത്തിയോസ് അതിൻ്റെ 1-ാമത്തിൽ കാണുവാൻ കഴിയും. ഇവിടെ കാണുവാൻ കഴിയുന്ന വ്യക്തിപരമായ, ഇവിടെ തൻ്റെ നിജപുത്രനായ തിമോത്തിയോസിന് വേണ്ടി അപ്പോസ്തലൻ പൗലോസ് അവിടെ പ്രോത്സാഹിപ്പിക്കുന്ന ഭാഗമാണ് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അവിടെ തൻ്റെ നിജപുത്രനായ തിമോത്തിയോസിനോട് താൻ പറയാണ്, നിനക്ക് തൻ്റെ വലിയമ്മയുടെ വിശ്വാസമുണ്ട്, അതൊക്കെ ശരിയാണ്. നിൻ്റെ അമ്മയുടെ വിശ്വാസമുണ്ട്, അതൊക്കെ ശരിയാണ്. എന്നാൽ നിന്റെ വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ. അവിടെ എന്നെ ഏറെ ചിന്തിപ്പിച്ച ഒരു പദം ഇങ്ങനെയുണ്ട്. അതുകൊണ്ട്, അതായത് 1-ാം അധ്യായം അതിൻ്റെ 6-ാമത് ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് എൻ്റെ കൈവെപ്പിനാൽ നിന്നുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. ഹല്ലേലൂയ. മറ്റുള്ള വിശ്വാസമല്ല, ദൈവം നമുക്ക് തന്ന വിശ്വാസം, നമ്മൾ മേൽ ഏൽപ്പിച്ച ദൗത്യം. ഹല്ലേലൂയ. അത് ജ്വലിപ്പിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഹല്ലേലൂയ. വീണ്ടും അപ്പോസ്തലൻ പൗലോസ് തിമോത്തിയോസിന് പറയാണ്, മകനെ, ഭീരുത്വത്തിൻ്റെ ആത്മാവിനല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനത്രേ ദൈവം നമുക്ക് തന്നത്. ഹല്ലേലൂയ. ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്ക് ഒത്തവണ്ണം നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കാൻ. ഹല്ലേലൂയ. താൻ തിമോത്തിയോസ് താൻ പ്രബോധിക്കാൻ. ഹല്ലേലൂയ. ഭീരുത്വ ആത്മാവിനല്ല, ഹല്ലേലൂയ, ശക്തിയുടെയും സുബോധത്തിൻ്റെ ആത്മാവ് നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ നാളുകളിൽ നമ്മൾ ആ ഒരു തീഷ്ണതയോടെ മുന്നേറേണ്ടത് ആവശ്യമാണ്. അവിടെ വീണ്ടും പറയാണ് അപ്പോസ്തലൻ പൗലോസ് തിമോത്തിയോസ്, മകനെ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അത് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവോ അവൻ്റെ ഉപനിധി അവസാനത്തോളം കാക്കുവാൻ, ആ ദിവസം വരെ കാക്കുവാൻ ശക്തനാ ദൈവം നമ്മോട് കൂടെ. ഹല്ലേലൂയ. അത് കാരണം സമൂഹത്തിലായിരിക്കുമ്പോൾ, നമ്മൾ ചുറ്റുപാടായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, സഭയിലായിരിക്കുമ്പോഴൊക്കെയും നമ്മൾ മാതൃകയായിരിക്കണം ഓരോ ദൈവമക്കളും. ഹല്ലേലൂയ. അപ്പോസ്തലൻ പൗലോസ് തിമോത്തിയോസിന് 1-ാം ലേഖനത്തിൽ പറയുന്നുണ്ട്, നിന്റെ യവനം തുച്ഛീകരിക്കരുത് എന്ന്. ഹല്ലേലൂയ. നിന്റെ ശ്രേഷ്ഠാവൻ ഓർത്തുകൊള്ളുക. ഹല്ലേലൂയ. നമ്മൾ ഓരോ വാക്കുകളും പ്രവൃത്തിയും സ്നേഹം വിശ്വാസം ഒക്കെ വളരെയേറെ ശ്രദ്ധയോടെ ആയിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഏൽപ്പിച്ച ദൗത്യം എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കുക എന്നാണ്. ഹല്ലേലൂയ. ഇവിടെ തിമോത്തിയോസിനോട് പൗലോസ് പറയാണ്, ഹല്ലേലൂയ, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അത് ആകുന്നു എൻ്റെ സുവിശേഷം. ഹല്ലേലൂയ. ആ സുവിശേഷം എന്തില്ല? ബന്ധനമില്ല. ഹല്ലേലൂയ. ആ സുവിശേഷത്തിലൊരു രക്ഷയുണ്ട്, ആ സുവിശേഷത്തിലൊരു നിത്യ തേജസ്സുണ്ട്. ഹല്ലേലൂയ.